ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ ജാങ് സീഷാങ്ങിനെ അവന്റെ റൂമിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് രണ്ടുപേരും കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിനിടയിലാണ് പെട്ടെന്ന് ജാങ്ങിന്റെ അച്ഛൻ വിളിക്കുന്നത്. അവർ രണ്ടുപേരും ആകെ പെട്ടുപോവാണ്. വേഗം തന്നെ ഡ്രസ്സൊക്കെ ശരിയാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും സീഷാങ്ങിന്റെ ഡ്രസ്സ് കറക്റ്റായിട്ട് കിടക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ഇവർ തമ്മിലുള്ള റിലേഷൻ അവന്റെ അച്ഛൻ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്നില്ല. ജാങ് ആണെങ്കിൽ വന്നേ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിച്ചു പോവാണ്. അവിടെ സോങ്ങിനെ കാണാനായിട്ട് ജെസിക്ക വരുന്നുണ്ട്. എന്നിട്ട് ജെസിക്ക പറയുകയാണ്, ഞാനന്ന് കമ്പനിയിലേക്ക് വന്നപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടിരുന്നു. നീ സീഷാങ്ങിന്റെ അരികിൽ ജാങ്ങിന്റെ പെണ്ണ് കണ്ടപ്പോൾ അതെടുത്തു നോക്കിയില്ലേ? ഉടനെ തന്നെ സീഷാങ് അത് അവന്റെ പെണ്ണാണ് എന്നും പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിച്ചു വാങ്ങിയിരുന്നു. ആ സമയത്ത് നിന്റെ മുഖത്ത് നല്ല ദേഷ്യവും കണ്ടിരുന്നു. ആ ദേഷ്യത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിനക്ക് ജാങ്ങിനെ ഇഷ്ടമാണെന്നാണ്. അതൊക്കെ കേൾക്കുമ്പോൾ സോങ് പോകാനായിട്ട് നിൽക്കുകയാണ്. വർക്കിന്റെ കാര്യമല്ലാതെ വേറൊന്നും കേൾക്കാൻ അവൾക്ക് താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ സോങ് പോകുമ്പോഴേക്കും ജെസിക്ക അവളെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്റെ ചെക്കനായിട്ടുള്ള സീഷാങ്ങിനെ എനിക്ക് വേണം, അതുപോലെ തന്നെ ജാങ്ങിനെ നിനക്കും വേണം. നമ്മുടെ ചെക്കന്മാരെ നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് ഫൈറ്റ് ചെയ്താലോ? അത് കേൾക്കുമ്പോൾ സോങ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ജെസിക്കയും സോങ്ങും കൂടി ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. സീഷാങ്ങിനെ കൊടുത്തിരുന്ന ടാസ്ക് അവൻ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. അതിന്റെ പാർട്ടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊളീഗ്സിനെയും അവന് വേണ്ടപ്പെട്ടവരെയും അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഷിൻജയും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഷിൻജ ജോൺസനോട് നീ എന്തിനാ എന്നെ അങ്ങോട്ട് വിളിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജോൺസൺ പറയുന്നുണ്ട്, ഞാൻ ശരിക്കും നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതാ. ഇവിടുന്ന് നിനക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കാലോ, അപ്പൊ പിന്നെ ഫുഡിനായിട്ട് വേറെ ചെലവാക്കേണ്ട ആവശ്യമില്ല. ഷിൻജയും പറയുന്നുണ്ട്, അത് കറക്റ്റ് ആണല്ലോ, ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ നിന്ന് കഴിക്കാനായിട്ടേ കുറച്ച് ഫുഡും കൂടി പാക്ക് ചെയ്ത് കൊണ്ടുപോവാം, ഞാൻ നിനക്കും കൂടി കുറച്ചൊക്കെ പാക്ക് ചെയ്യാം എന്നൊക്കെ പറയുമ്പോ അവന്റെ ക്യൂട്ട്നെസ് കണ്ടോണ്ട് ജോൺസൺ ചിരിക്കുന്നുണ്ട്. പക്ഷെ ഷിൻജിയാണെങ്കിൽ വേഗം തന്നെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ സീഷാങ്ങിനോട് ജെസിക്ക ചോദിക്കുകയാണ്, ജാങ്ങിനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലേന്ന്. സീഷാങ് പറയുന്നുണ്ട്, ഞാൻ അവനെ ഇൻവൈറ്റ് ചെയ്യാതിരിക്കോ? അവന് കുറച്ച് തിരക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് അവൻ ഉടനെ തന്നെ ഇങ്ങോട്ടെത്തും. അത് പറഞ്ഞു നിൽക്കുമ്പോഴാണ് സീഷാങ്ങിന്റെ കസിൻ അങ്ങോട്ട് വരുന്നത്. സീഷാങ് വളരെ സന്തോഷത്തോടെ ചേട്ടാന്ന് വിളിച്ചുകൊണ്ട് കസിന്റെ അരികിലേക്ക് പോകുന്നുണ്ട്. പാവം സീഷാങ്ങിനെ അറിയത്തില്ലല്ലോ അവനെ കൊല്ലാനായിട്ട് ആളുകളെ ഏർപ്പെടുത്തിയത് അവന്റെ കസിനാണെന്ന്. അങ്ങനെ അവന്റെ ഷൂലൈസ് അഴിഞ്ഞു കാണുമ്പോൾ കസിൻ അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതും കണ്ടോണ്ടാണ് ജാങ് അങ്ങോട്ട് വരുന്നത്. ജാങ് സീഷാങ്ങിന്റെ അരികിലേക്ക് പോകാനായി നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് അവന്റെ മുന്നിലേക്ക് ജെസിക്ക വരുന്നത്. ആ സമയം സീഷാങ്ങിനോട് അവന്റെ കസിൻ പറയുകയാണ്, നീ എന്നോട് പറഞ്ഞത് നിനക്ക് ഈ ടാസ്ക് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. പക്ഷെ നീ ആ വാക്ക് പാലിച്ചില്ലല്ലോ. അത് കേൾക്കുമ്പോൾ സീഷാങ്ങിന് എന്തോ പോലെ തോന്നുന്നുണ്ട്. അവൻ പ്രതീക്ഷിച്ചത് ഒരു കൺഗ്രാറ്റ്സ് ആയിരുന്നു, പകരം കേട്ടത് ഇത്. ജെസിക്ക ജാങ്ങിനോട് പറയുകയാണ്, നീയും സീഷാങ്ങും രണ്ട് ലോകത്തിലുള്ളവരാണ്. സീഷാങ്ങിന്റെ ലോകം വളരെ കളർഫുൾ ആണ്, പക്ഷെ നിന്റേതാണെങ്കിലോ ഭയങ്കര ഡള്ളാണ്. നിന്നെ പോലത്തെ ഒരാൾക്ക് അവനൊരിക്കലും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സീഷാങ് ഉറപ്പായിട്ടും US വേഗം തന്നെ തിരിച്ചു വരും. അവിടെ വെച്ച് ഞങ്ങളുടെ കല്യാണവും ഉണ്ടാകും. അപ്പോഴത്തേക്കുമാണ് സീഷാങ്ങിന്റെ കസിൻ അവനെ പാറ്റ് ചെയ്യുന്നത് ജാങ് കാണുന്നത്. അവനാണെങ്കിൽ ആകെ ജലസായിട്ട് അവളുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വേഗം തന്നെ സീഷാങ്ങിനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡില് അവന്റെ കസിനും അവന്റെ കൈ പിടിച്ചേക്കുവാണ്. പക്ഷെ ജാങ്ങിനാണെങ്കിൽ ഒരുപാട് ദേഷ്യവും ഒരുപാട് കുശുമ്പൊക്കെ ആയിട്ട് സീഷാങ്ങിനെ വേഗം തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പുറത്തെത്തുമ്പോ നിനക്ക് എന്താ പറ്റിയത്, നിനക്കെന്തിനാ ഇത്രയ്ക്കും ദേഷ്യം വന്നേ എന്നൊക്കെ സീഷാങ് ചോദിക്കുമ്പോ ജാങ് തിരികെ ചോദിക്കുന്നുണ്ട്, നിന്റെ ഷൂലേസ് കെട്ടിത്തന്നത് ആരാണെന്ന്. അവൻ അതവന്റെ കസിനാണ് എന്ന് പറയുമ്പോ ജാങ് ആകെ ചമ്മിപ്പോവാണ്. ജാങ് വിചാരിച്ചത് ഏതോ ഒരു ചെക്കൻ അവനുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് നോക്കാന്നാ. അവന്റെ ജലസോണ്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ സീഷാങ്ങിന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് സീഷാങ് ജാങ്ങിനെ കളിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് ജാങ് സീഷാങ്ങിനെ കിസ് ചെയ്യുന്നത്.
അങ്ങനെ അവർ രണ്ടുപേരും കൂടി സീഷാങ്ങിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മൊത്തം അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. സോങ് പറയാണ്, സീഷാങ് അവന്റെ കസിനെ കാണുമ്പോ ജാങ്ങിനെ മറക്കുന്നാണോ നീ വിചാരിച്ചത്? അവർ രണ്ടുപേരും അത്ര എളുപ്പത്തിലൊന്നും ഇത് വിട്ടുകളയും എന്ന് തോന്നുന്നില്ല. ജെസിക്ക പറയാണ്, നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ഇതിലും നല്ലൊരു പ്ലാൻ കണ്ടുപിടിക്കണം. ഞങ്ങളുടെ പാരന്റ്സ് തീരുമാനിച്ച പോലെ അവൻ എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ അടിക്കണ്ടായിരുന്നു. ഇതിപ്പോ കല്യാണം കഴിയാതെ എനിക്ക് ഒന്നും കിട്ടാൻ പോണില്ല. സോങ് ചോദിക്കുന്നുണ്ട്, ജെസിക്കയ്ക്ക് ശരിക്കും സീഷാങ്ങിന് ഇഷ്ടമുണ്ടോന്ന്. ജെസിക്ക അവനെ കല്യാണം കഴിക്കുന്നത് കുറച്ച് ഫ്രീഡവും അവളുടെ പേരിലുള്ള ഒരുപാട് സ്വത്തും കിട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ സീഷാങ്ങിനോട് അവൾക്ക് മറ്റൊരു ഫീലും ഇല്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഷിൻജ സീഷാങ്ങിനെയും വിളിച്ചോണ്ട് അവന്റെ റൂമിനരികിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജോൺസൺ പറയുന്നുണ്ട് അവരെ ശല്യം ചെയ്യണ്ടാന്ന്. അവിടെ ജാങ്ങുള്ള കാര്യം ഷിൻജയ്ക്ക് അറിയില്ല. എന്നിട്ട് അവൻ അവരോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. പക്ഷെ ജോൺസൺ ഉടനെ തന്നെ വിഷയം മാറ്റുകയാണ്. നീ എന്തിനെപ്പോ സീഷാങ്ങിനെ വിളിക്കുന്നേ? നീ സീഷാങ്ങിനെ അത്രയ്ക്കൊക്കെ കെയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഷിൻജ പറയുന്നുണ്ട്, സീഷാങ് നല്ലൊരാളാണ്. എന്നെ ഹെൽപ്പ് ചെയ്തു, എന്നെ ഈ വീട്ടില് താമസിക്കാൻ സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കുറച്ചെങ്കിലും കെയർ ചെയ്യണ്ടേ. അത് കഴിഞ്ഞിട്ട് ജോൺസൺ പറയാണ്, നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലല്ലോ, നീ എന്റെ ഓഫീസിലേക്ക് വരുവോ? ഓഫീസിൽ ഇപ്പോ നല്ല ബിസിയാണ്. എന്റെ സെക്രട്ടറി ആയിട്ടാണ് നിന്നെ ജോലിക്ക് വിളിക്കുന്നത്. മണിക്കൂറിന് 200 രൂപ ശമ്പളവും തരാന്ന് പറയും. അത് നല്ല ഓഫർ ആയതുകൊണ്ട് തന്നെ ഷിൻജ സമ്മതിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അവൻ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം അവനെ ജോലിക്ക് എടുത്താൽ മതിയെന്ന്. അതിനിടയ്ക്ക് അവന്റെ മുഖത്ത് ഫുഡിന്റെ പൊടികളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. അത് ജോൺസൺ തുടച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, നിനക്ക് ഇംഗ്ലീഷ് അറിയുന്നതും അറിയാത്തതും ഒരു വിഷയമല്ല, ഇത് നിനക്ക് മാച്ച് ആയിട്ടുള്ള ജോലിയാണെന്ന്. ഷിൻജ കുറച്ചു നേരം ജോൺസനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ അവന്റെ ശ്രദ്ധയൊക്കെ മാറ്റുവാണ്. അങ്ങനെ ഷിൻജ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവൻ പറയുകയാണ്, ഇതേ സെക്രട്ടറി ജോലിയൊന്നല്ല, നല്ല അടിമപ്പണിയാണ്. എന്നാലും വേണ്ടില്ല 200 രൂപ കിട്ടില്ല മണിക്കൂർ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്കാണ് ജോൺസൺ ഷിൻജയെ വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അവനൊരു ബ്ലാക്ക് കോഫി വേണം, അതില് 3 പീസ് ലെമണും ഇടണമെന്ന്. ഷിൻജ അതെടുക്കാൻ പോകുമ്പോ തനിയെ പറയുന്നുണ്ട്, നിനക്കെന്തിനാ 3 പീസ് ലെമൺ? നീ എന്താ പ്രഗ്നന്റ് ആണോ? ആ ഡയലോഗ് ജോൺസൺ കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ അത് നിന്റെ കുട്ടി തന്നെ ആയിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഷിൻജ കുറച്ചൊക്കെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അവർ ആദ്യം കണ്ടുമുട്ടിയപ്പോ എന്താ സംഭവിച്ചെന്ന് അവൻ ആലോചിക്കുകയാണ്. എന്നിട്ട് ഷിൻജ വേഗം പോകാൻ നിൽക്കുമ്പോൾ ജോൺസൺ അവനെ പിടിക്കുകയാണ്. അതിനു കാരണം അവന്റെ മുന്നിൽ കുറെ ബോക്സുകൾ ഉണ്ട്. അവൻ പെട്ടെന്ന് പോവാണെങ്കിൽ അതിന്റെ മേലെ പോയി ഇടിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൻ ഓക്കെ ആണോന്ന്. ഷിൻജ വേഗം തന്നെ ഞാൻ ഓക്കെ ആണെന്നും പറഞ്ഞുകൊണ്ട് ധൃതിയിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൻ ആ ബോക്സുമ്മിലും പോയി ഇടിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും വേഗം തന്നെ അവിടുന്ന് ഓടി പോവാണ്. ഇപ്പോ ജെസിക്കയുടെ അമ്മ വിളിച്ച് പറയുന്നുണ്ട്, സീഷാങ്ങിന് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോക്കാന്ന്. പക്ഷെ ജെസിക്ക പറയുന്നത് ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കുന്നതാണ്. സോങ് ചോദിക്കുന്നുണ്ട്, സീഷാങ്ങുമായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കിൽ വേറെ ആൾക്കാരെ നോക്കില്ലേന്ന്. അതിന് ജെസിക്ക പറയുന്നുണ്ട്, മാരേജ് എന്ന് പറയുന്നത് ഏതായാലും ഒരു കോൺട്രാക്ട് അല്ലേ, ഇവൻ ഓക്കെ ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഇവൻ എന്നെ ഇങ്ങനെ ചതിക്കുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, എന്ത് ദുഷ്ടനാ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയില് സോങ്ങിന്റെ ട്രീറ്റ് അവൾ കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് അവൾക്ക് അറിയത്തില്ല. സോങ് അവളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയാണ്, മാരേജ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് അല്ല, അവസാനം വരെ പരസ്പരം സ്നേഹിക്കും എന്നൊരു വാഗ്ദാനാണെന്ന്. ഒരു ദിവസം ജെസിക്ക ഉറപ്പായിട്ടും അവളെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കും. ആ ദിവസം ലവിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാകും എന്നൊക്കെ സോങ് പറഞ്ഞു കൊടുക്കുമ്പോ ജെസിക്ക പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് സീഷാങ്ങിനെയും ജാങ്ങിനെയും പിരിക്കാനാണ്, അത് നീ മറക്കരുതെന്ന്. അങ്ങനെ അവരുടെ ടോക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവിടെ സീഷാങ് അവന്റെ കസിനോട് പറയുകയാണ്, ഞാൻ ഇനി US തിരിച്ചു വരുന്നില്ല, എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചത്. ജെസിക്കയുമായിട്ടുള്ള എൻഗേജ്മെന്റ് ഞാൻ വേണ്ടാന്ന് വെക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോട് പറഞ്ഞോളാന്ന്.
അത് കേൾക്കുമ്പോ തന്നെ അവന്റെ കസിൻ അവന്റെ കഴുത്തൊക്കെ പിടിക്കുകയാണ്. എന്നിട്ട് നിനക്ക് ആ ജാങ്ങിനെയാണോടാ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സീഷാങ് ആണെങ്കിൽ ഒരുപാട് വിഷമത്തില് പുറത്തൊക്കെ വന്നിരിക്കുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് ജാങ് വരുമ്പോ നല്ല ഹാപ്പി ആയിട്ട് സീഷാങ് അഭിനയിക്കുകയാണ്. പക്ഷെ ജാങ്ങിന് മനസ്സിലാകുന്നുണ്ട് സീഷാങ്ങിന് എന്തോ വിഷമുണ്ടെന്ന്. എന്നിട്ട് നിനക്കെന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോ സീഷാങ് പറയുന്നുണ്ട് അവന് ഒരു കുഴപ്പമില്ലാന്ന്. അത് കേൾക്കുമ്പോ ജാങ് പറയാണ്, നീ എന്നോട് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ എന്നോട് കള്ളം പറയരുത്. അത് കേൾക്കുമ്പോൾ സീഷാങ് എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവന്റെ ഇഷ്ടങ്ങളൊക്കെ അവന്റെ കസിനോട് പറഞ്ഞപ്പോ അവന്റെ കസിൻ പറഞ്ഞത്, നിനക്ക് ആ ജാങ്ങിനെയാണോ ഇഷ്ടം? നീ ചെറുപ്പത്തിൽ കടലിൽ മുങ്ങി ചാവേണ്ടതാണ്, പക്ഷെ ഞാനാണ് അന്ന് നിന്നെ രക്ഷിച്ചത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അന്ന് നിന്നെ ഞാൻ രക്ഷിക്കാൻ പാടില്ലെന്നാ. അങ്ങനെ അവന്റെ കസിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജാങ്ങിനോട് പറയുമ്പോ ജാങ് ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ കസിനെ അത്രയ്ക്കധികം ഇഷ്ടമാണോന്ന്. സീഷാങ് പറയാണ്, ചേട്ടൻ സൂപ്പറാണ്. ചെറുപ്പം മുതലേ ഫാമിലി ബിസിനസ് നോക്കി നടത്തണമെന്ന് ചേട്ടന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ പോലെ അല്ലായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ കടലിൽ മുങ്ങിത്താവാൻ തുടങ്ങിയപ്പോ ചേട്ടനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. പക്ഷെ എന്റെ അച്ഛന് എന്റെ കസിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോൾ അറിയത്തില്ല. ഞങ്ങളുടെ ബിസിനസ് ഞാൻ തന്നെ നോക്കണമെന്നാണ് എന്റെ അച്ഛന്റെ ആഗ്രഹം. എന്റെ വീട്ടുകാർക്ക് ബിസിനസ്സിൽ മാത്രമാണ് ശ്രദ്ധ, അല്ലാതെ എന്റെ വീട്ടിൽ സ്നേഹം എന്നതിന് ഒരു വാല്യൂ ഇല്ല. നിനക്കൊരു കാര്യം അറിയോ? നിന്നോട് എനിക്ക് പലപ്പോഴും കുശുമ്പ് തോന്നിയിട്ടുണ്ട്. നിന്റെ വീട് എന്ത് രസാ. നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. നീ അവരെയും കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും പരസ്പരം സംസാരിച്ചിരിക്കുകയാണ്, തമാശകൾ പറയണു, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. നിങ്ങളുടെ ലൈഫ് എന്ത് സന്തോഷാ എന്നൊക്കെ പറയുമ്പോ ജാങ് പറയുന്നുണ്ട്, ജാങ്ങിന്റെ ഫാമിലി എന്ന് പറഞ്ഞ അത് സീഷാങ്ങിന്റെ കൂടി ഫാമിലിയാണെന്ന്. എന്നിട്ട് സീഷാങ്ങിനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ ഉണ്ടാകും എന്നറിയാനായി അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.